എന്താണ് അമ്പലത്തിലേക്കൊക്കെ? ഏയ് ഒന്നുമില്ല, ഒന്നും അങ്ങോട്ട് ശരിയാവണില്ല. അല്ല അല്ലേ, ശരിയല്ലേ രാമേട്ടാ? ഇതേ ഞാൻ പറഞ്ഞ ആള്. എവിടെയാടാ നീ? ഇന്നലെ വരാന്ന് പറഞ്ഞല്ലേ? ഒന്നും പറയണ്ട രാമേട്ടാ, ഓരോരോ ചോറയിലായിപ്പോയി. എന്താ എന്റെ പേര്? ഉല്ലാസ്. വണ്ടിയൊക്കെ ഉണ്ടോ? ദിവസം വരില്ലേ? ഓ വരൂ. മറ്റന്നാൾ അങ്ങാടിക്ക് വരും. ഓ ശരി. ഓ ഇതാട്ടോ അശോട്ടന്റെ മുതലാളി. അല്ലടാ ഫിറോസേ, പെരുമ്പള്ളിക്കാവിലെ കൊടിയേറ്റടാ, നമുക്ക് പോണ്ടേ? അപ്പം മുത്തപ്പന്റെ കാര്യം തീരുമാനമായി. മൂപ്പരിഞ്ഞ അവിടുത്തെ വെണ്ണീറുമായിട്ട് വരുള്ളൂ. അല്ലോടെ ഉല്ലാസേ, നീ ഉത്സവത്തിന് വരുന്നില്ലേ? ഞാനൊന്നുമില്ല, എനിക്ക് പഠിക്കാനുണ്ട്. പഠിക്കണ സാധനം. നല്ല ആളാണ്, ഒരു പഠിപ്പീര്. അല്ലടാ, നമ്മുടെ പോത്തിന് നടക്കിരുത്തിയ വെയിറ്റ് കൂടും. നടക്കിരുത്തേ പോത്തിനെ? അങ്ങനെണ്ടാ? എടാ പൊട്ടന്മാരെ, നടക്കിരുത്തി കഴിഞ്ഞ പോത്തിനെ നമുക്ക് കിട്ടൂല, അത് അമ്പലത്തിലേക്ക് കൊടുക്കേണ്ടി വരും. ഓ, കായും കൊടുത്ത് പോത്തിനടിച്ചിട്ട് അമ്പലത്തിൽ കൊടുക്ക്, പള്ളി പറഞ്ഞാ മതി. നിങ്ങൾ രണ്ടാളും കൂടി എന്നെ നടക്കിരുത്താണ്ടിരുന്നാ മതിയായിരുന്നു. പെരുമ്പള്ളിക്കാവിലമ്മേ പെരുങ്കളിയാട്ടമല്ലേ, തിരുമൊഴി പാടിടാനെന്നും നിന്നഴ തേടി. പെരുമ്പള്ളിക്കാവിലമ്മേ അഴലകത്തിടുമമ്മേ, പദമലരിണ പൂകാമെന്നും ഒരു ദളമായി. കാവിലമ്മേ എന്നുള്ളിൽ നടന കോലങ്ങൾ ആടിടുന്നേ എന്നെന്നും നിൻ വഴി തേടി. പാടിടുന്നേ ഞാനെന്നും നിന്റെ നാമങ്ങൾ, നേർവഴിയായി നീ എന്നും എന്നോടെത്തില്ലേ. ഈ ചിലമ്പൊലി തൻ താളം, ഈ പെരുമ്പള്ളിക്കാവിൻ മേളം, ജനമനസ്സുകളിനി ഒരുമയോടെന്നും തിരുമുന്നിലണയും. പെരുമ്പള്ളിക്കാവിലമ്മേ പെരുങ്കളിയാട്ടമല്ലേ, തിരുമൊഴി പാടിടാനെന്നും നിന്നഴ തേടി. പെരുമ്പള്ളിക്കാവിലമ്മേ അഴലകത്തിടുമമ്മേ, പദമലരിണ പൂകാമെന്നും ഒരു ദളമായി. ഒന്ന് വേഗം വാ, ബസ് പോവും. എനിക്കറിയാം മോളെ, അത് ഏത് ബസ്സാണെന്ന്. ബസ്സല്ലേ? ആ ബസ്സിന് നീ വല്ലാണ്ട് അങ്ങ് കൈ കാണിക്കാൻ നിക്കണ്ട. ഓ, ഞാൻ ആ ബസ് കൈ കാണിക്കുകയും ചെയ്യും, ഞാൻ അതിൽ കയറി പോവുകയും ചെയ്യും. വാ. കുട്ടിക്കാലം മുതലേ ഇവൾക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലും അവളുടെ അച്ഛനോടല്ല പറയാ, അങ്കിളായ എന്നോടാ. ഇപ്പൊ കണ്ടില്ലേ, ഇഷ്ടപ്പെട്ട ചെറുക്കനെ കണ്ടുപിടിച്ച് എന്റെ മുമ്പിൽ വന്നത്. അങ്കിള് പറഞ്ഞാലേ അച്ഛൻ കൺവിൻസ് ആവൂ, അതുകൊണ്ടല്ലേ. പിന്നെ ഉല്ലാസ്, ഇവളുടെ അച്ഛനുണ്ടല്ലോ, അതിന്റെ അളിയനാ, ഇച്ചിരി പിടിവാശിയൊക്കെ ഉള്ള കൂട്ടത്തിലാ. ഒരു കാര്യം വേണ്ടാന്ന് വെച്ചാ വേണ്ടാന്ന് തന്നെയാ. പേടിക്കണ്ട, ഞാൻ ഇടപെട്ട ഒരു മാറ്റം ഉണ്ടാവും. പക്ഷേ ഞാൻ ഇടപെടണമെങ്കിൽ ഉല്ലാസ് എനിക്കൊരു വാക്ക് തരണം. എന്ത്? എത്രയും പെട്ടെന്ന് ഒരു SIയുടെ യൂണിഫോമിലേക്ക് മാറുമെന്ന്. അപ്പോഴല്ലേ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ എനിക്കൊരു വഴി തെളിയൂ. അക്കാര്യത്തിൽ അങ്കിള് സംശയിക്കണ്ട. ഒരു SI ആവാന്നുള്ള ഉല്ലാസിന്റെ ആഗ്രഹം അത് വെറുതെയുള്ള ആഗ്രഹമൊന്നല്ല, കുട്ടിക്കാലം മുതലേയുള്ള വലിയൊരു ആംബിഷനാ. പറഞ്ഞു കൊടുക്ക്. അതെ, എന്റെ അച്ഛനൊരു കോൺസ്റ്റബിൾ ആവാനേ സാധിച്ചുള്ളൂ. അച്ഛൻ സല്യൂട്ട് ചെയ്ത സാറുമാരുടെ കസേലിരിക്കുക എന്നുള്ളത് എൻ്റെ ഒരു വാശിയാണ്. ഗുഡ്. അങ്ങനെയെങ്കിൽ നിങ്ങളെ ഒന്നിപ്പിക്കുന്ന കാര്യം ഞാനും ഏറ്റു. അതെന്റെയും വാശിയാണ്. ഇന്നലെടാ പുതിയ മിസ് വരുന്നേ. പുതിയ മിസ്സിനെ കാണാനുള്ള ഉത്സാഹേ. ഒരു 20-25 വയസ്സുള്ളതായാൽ മതിയായിരുന്നു. ടീച്ചർ theory is based on the assumption that investors and consumers are
പണിപാളി എന്താ നമ്മളെ പയ്യ ബെനറ്റ് അന്ത് പളസ് കിടസവാ. എടാ അവളെ സിസ്റ്റർ ആയിട്ടാ വന്നത്. അതിനെന്താ ഈ വന്നേ? ഏയ് അത് പറ്റില്ലടാ. അതെന്താ നിനക്ക് ഇപ്പോഴും ഉണ്ടെന്നാ തോന്നുന്നേ. ആണോ? നെയ്യൊന്ന് നോക്കിക്കോ. ഏയ് അതായാലും പ്രശ്നം. മാത്യോ, ഈ ഒലക്കമ്മല വർത്താനം പറയരുത്. ഈ എന്തെങ്കിലും ഉറപ്പിക്ക്. അതല്ലടാ. അതിന് ഈ അവളെ പീഡിപ്പിക്കാനൊന്നും പോണില്ലല്ലോ. നല്ലൊരു കല്യാണം വെച്ചാ പോരെ? കുഴപ്പമാകുമോ? ഈ ഉണ്ട് വന്നേ. ഒന്ന് നിങ്ങൾ ഒരുമിച്ച് പഠിച്ചടാ. ഇത് എത്ര കണ്ടേ തന്നെ. Demand is the desire of buyer and മിസ് come. Good morning. ബെനറ്റ്. Sister Bennett. ഓ, നിന്നെ ഈ വേഷത്തിൽ കാണുമ്പോൾ എന്തോ ഒരു പോലെ. അന്ന് നിന്റെ തീരുമാനം ഇതായിരുന്നു എന്ന് ഞാൻ ഒരിക്കലും അറിഞ്ഞിരുന്നില്ല. നീ ചെയ്തത് തെറ്റാണെന്ന് എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. തെറ്റും ശരിയും സ്വപ്നങ്ങളും ഒന്നുമല്ല കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. നമ്മുടെ പേരൻസ് ആണ്. അവർക്കൊരു നേർച്ചയുണ്ടായി എന്നെ ഒരു കന്യാസ്ത്രീ ആക്കാന്ന്. അവരത് എന്നോട് പറഞ്ഞു. ഞാനതായി. പക്ഷേ എൻ്റെ മനസ്സിൽ നീ ഇന്നും ആ പഴയ ബെനറ്റ് തന്നെ. ഇതൊരു കോളേജാണ്. ഞാൻ ഇവിടുത്തെ ടീച്ചറും നീ സ്റ്റുഡൻറ്റും. അപ്പളെ പറഞ്ഞ ഫസ്റ്റ് അടി തന്നെ ഞാൻ അടിക്കാന്ന്. പോടലക്കല്ലെങ്ങായി എന്താണ് പാവട്ടാ? അത് ശരി, ഇവിടെ കളിച്ചിരിക്കോ ബാബോ? എടാ കോയമ്പോടെ ഫിറോസേ, ഇജെന്തോ ഒലക്കമ്മത്തെ കളി കളിക്കുന്നത്? അവരോടെ കാത്തിരിക്കല്ലേ? ടൈം എന്തായി? ടൈം 6:45. ഒലക്കമ്മത്തെ കളി. മോനെ അമ്പലത്തിന്റെ ഭാഗത്ത് അന്നദാനം നടന്നു വരികയാണ്. അന്നദാനം സ്വീകരിക്കാത്തവർ ഉടനെ തന്നെ അന്നദാനം സ്വീകരിക്കേണ്ടതാണ്. ഇവന്മാര് ഇത് എവിടെ പോയി കിടക്കണം? മനുഷ്യൻ രണ്ടെണ്ണം അടിക്കാൻ നേരത്തെ നായ്ക്കളെ കാണൂല. അയക്കണം. എന്തെന്നാ ഉണ്ടായത്? അവന്മാരിപ്പം വരില്ലേ? ക്ഷമിക്കി. ഷീട്ട് കരസ്ഥമാക്കേണ്ടതാണ്. അമ്മേ നാരായണ, ദേവി നാരായണ. എന്താണ് അവിടെ? അല്ല സാർ, ഞങ്ങൾ ഉത്സവത്തിന്. ഉത്സവം ഇവിടെ അവിടെ? എന്താടാ കയ്യിൽ കുപ്പിയും വെള്ളമൊക്കെ? നിക്കടാ അവിടെ. ഓക്കെ സാറേ. അങ്ങോട്ട് വാ. കുഴപ്പമില്ല സാറേ. രണ്ടാൾ കൂടി ഉണ്ട് സാറേ. അയ്യോ ഏടുന്നുണ്ട് ഞങ്ങളെ പോയിക്കേ. മാത്യു അവരോടാ അല്ല പഠിച്ചോനെ. സാറേ, അവർ രണ്ടുപേരും ഷർട്ട് ഇട്ടിട്ടില്ല സാറേ. ദൈവം കാത്തു. അതല്ല വീട്ടിൽ പോയിട്ടോ. ആ ഉൽപ്പനാശേട്ടാ, ചെക്കനോടെ കൊണ്ടുവന്നേനി. ഓനെ രാവിലെ തന്നെ വിട്ടല്ലോ. SI ലേശം കലിപ്പില ഒരു വിധ കഴിച്ചിലാക്കി. ഓനോടെ ഒന്ന് അടങ്ങാൻ പറഞ്ഞേക്കണ്ടിട്ടോ. കുട്ടിയോളല്ലേ, സാറിനൊന്ന് കാണണോ? ഏയ് വേണ്ട. വേറെ ചൊറയൊന്നും ഇല്ലല്ലോ? ഇല്ല ഇല്ല ഇല്ല. എന്നാ ഞാൻ പോട്ടെ. അനക്ക് സുഖം തന്നെ? ഒരു കുഴപ്പമില്ല. ആ വെള്ളം പോലീസ് എന്താടോ അവിടെ? ആ വെള്ളടി കേസിലെ ഉല്ലാസേ മൂപ്പര മോനാ. ചെക്കനെ വിട്ടോന്ന് അറിയാൻ വേണ്ടി വന്നാ. ആദ്യം അനിയൻ, ഇപ്പൊ മോൻ. ഇയാളെ കൊണ്ടൊരു സ്വൈര്യമില്ലല്ലോ. സാറന്ന് സസ്പെൻഷൻ ആയതിന്റെ ദേഷ്യം ഇപ്പോഴും അയാളോട് തീർന്നില്ലല്ലേ? അത് അങ്ങനെയൊന്നും തീരൂല. അമ്മാതിരി പണി ആ നായിന്റെ പോ അന്ന് ചെയ്തത്. ഞാനും പ്രഭാകരനടക്കം 6 പേരാ കുറച്ചു ദിവസം വെറുതെ വീട്ടിലിരുന്നത്. മറക്കൂല. നിങ്ങളെ രണ്ടുപേരും പണിയാ. ഇല്ലെങ്കിൽ ആ ചെക്കനെ ഞാൻ ഈ കേസ് പൂട്ടിയാനെ. അത് സാറേ വേറൊന്നും കൊണ്ടല്ല. ആള് ഉൽപ്രാക്ഷം നേരാ. വേവും വെളിവ് ഇച്ചിരി കുറയും. 16ന്റെ പണി മുടക്കി സാറിന്റെ തലയിൽ അയാൾ തൂക്കും. ഹലോ. ആ സാറേ, ഏത് സ്റ്റേഷനിലായാലും ശരി ഇവിടുന്ന് പോയി കിട്ടിയാ.
ഹലോ. ഈ പണിക്ക് വരാണ്ട് പിന്നെന്താ വരായിരുന്നു? ഒന്നും പറയണ്ട ഏട്ടാ, വീടിന്റെ അടുത്ത് ചെറിയൊരു മരണമുണ്ട്. ഒരു 2 ദിവസം കൂടി. അണക്കിനെന്തിനാ? ബായ് ഉദർ ഉദർ. പിന്നെ അണക്ക് പറ്റിയാണെ നാളെ പോരും. പിന്നെ ഈ പേപ്പർ ഇടാന്ന് പറഞ്ഞതേ ചിലർ കാര്യമൊന്നല്ല, അതിനൊക്കെ ഒരു നേരവും കാലമുണ്ട്, മനസ്സിലായോ? ശരി. ആ പണിയും തീരുമാനമായെന്ന് തോന്നുന്നുണ്ട്. അല്ലടോ ഉല്ലാസേ, ഇജ്ജ് ഇന്നലെ എവിടെയാണ്? എന്നെ അന്വേഷിച്ച എന്റെ അച്ഛൻ നടക്കണുണ്ടെങ്കിലല്ലോ. ഒന്നും പറയണ്ട അശോകേട്ടാ, ആകെ ചൊറേനിന്ന്. അതൊരു കഥയാണ്. അല്ല ഇജ്ജ് മരിച്ച വീട്ടിൽ പോയില്ലേ? പോവാണ്. എന്നാ വേഗം ചെല്ല്. ആ എടാ നിന്റെ മോനെവിടെ? അല്ലടോ, തൊട്ടടുത്തൊരു മരണം ഉണ്ടായിട്ട് കള്ളു കുടിച്ചും ചീട്ട് കളിച്ചും ഇരിക്കണോ? നല്ല ടീമാ മക്കളെ. അല്ലുല്ലാസേ, അസോസിയേഷന്റെ റീസ് വയ്ക്കണ്ടേ? നീ ആരെയെങ്കിലും കൂട്ടിക്കൊണ്ട് ഒരു റീസ് വാങ്ങിക്കൊണ്ടു പോവാ. ആ വരുമ്പോഴൊരു ഫുള്ളും കൂടി വാങ്ങിച്ചു. MH മതി കേട്ടോ. എന്താണ് പറ്റിയത്? എന്താന്നറിയില്ല, ഞാനിവിടെ കണ്ടപ്പോ. ആരാ സ്റ്റേഷനിലേക്ക് വിളിച്ചത്? ഞാനാ സാറേ വിളിച്ചത്. എന്താ ഇത്? ലേശം ഉറങ്ങിപ്പോയി. വീടിനടുത്തൊരു മരണം ഉണ്ടായിരുന്നു. റീത്ത് വാങ്ങാൻ വന്നാ. റീത്ത് വാങ്ങിട്ട് എവിടെയോ? ഉല്ലാസം എന്താടാ? നീയോ? വല്ലപ്പോഴും നിയമം അനുസരിച്ചൂടെ നിനക്കൊക്കെ? ആയിക്കോട്ടെ സാർ. ആ ഞങ്ങൾക്ക് പോകാം. പല ജാതി കണ്ടിക്കുന്നു. ജാതി സാധനങ്ങൾ കുടുംബത്തിലേ ഉണ്ടാവും. ഇതൊക്കെ കാണാനായിരിക്കും എന്റെ വീതി. ഈ പണ്ടാരങ്ങൾക്ക് ഇടയിൽ നിന്ന് ചത്തിട്ടിയാ മതിയായിരുന്നു. വേറെ വല്ല പെണ്ണുങ്ങളും ആയിരിക്കണം. എന്നേട്ടേച്ച് പോയിട്ടുണ്ടാവേ. എന്നിട്ട് വേണം നിങ്ങൾക്ക് രണ്ടാക്കും കൂടെ വിറ്റ് തൊലച്ച് കുടിക്കാൻ. എടോ ഞാൻ ഇറങ്ങി. അച്ഛാ എന്താടാ അനക്ക് നായ്ക്ക് തോടാൻ മുട്ടിയൊരു കളി? എനിക്കൊരു വണ്ടി വേണേ ഇനി. അതെന്തേ അനക്ക് പെട്ടെന്നൊരു വണ്ടിയുടെ ആവശ്യം? തിങ്കളാഴ്ച മുതല് അശോകന്റെ ഒപ്പം പത്രം ഇടാൻ ചെല്ലാൻ പറഞ്ഞേക്കണ്. ആ അത് നല്ല കാര്യ. അങ്ങനെയാണല്ലേ ഈ വൈകുന്നേരം ടൗണിലേക്ക് പോരും. 1 2 അങ്ങനെയല്ല, ഒന്നുകൂടി ചെയ്യേ. 1 2 3 4 5 6 7 8. നോക്ക്, ഇപ്രാവശ്യം എന്തായാലും നമുക്ക് വാർഷികത്തിന് ഫസ്റ്റ് അടിക്കാനുള്ളതാണ്. എന്തായാലും വീട്ടിൽ പോയി എല്ലാരും പ്രാക്ടീസ് ചെയ്യണം കേട്ടോ. ശരിക്കും പ്രാക്ടീസ് ചെയ്യണേ. നമസ്കരിക്കാം, വാ. അപ്പൊ ഓക്കെ, ബൈ. ആ ഉഷേ, എന്തൊക്കെയാ? ഏച്ചി അറിഞ്ഞോ, ഏട്ടൻ അച്ഛൻ പുതിയ വണ്ടി വാങ്ങി കൊടുക്കാൻ പോവാ. എന്നിട്ട് ഏട്ടന് പണിക്ക് പോവാൻ. എന്ത് പണി? പേപ്പർ ഇടാൻ. അത് നല്ലല്ലേ? നല്ലതൊക്കെയാ, പക്ഷെ ഏട്ടന്റെ കാര്യമായോണ്ട് എനിക്കൊരു ഡൗട്ട് ഉണ്ട്. അയ്യോ സമയം. ഏച്ചി ഞാൻ പോട്ടെ. ബൈ ബൈ. ഉല്ലാസേ, ഈ ബജാജ് വാങ്ങിക്കോ. അതാകുമ്പോ എണ്ണ അടിക്കണ്ട, നല്ല മൈലേജ് കിട്ടും മോനെ. മൈലേജ് ഉണ്ടെങ്കിലും പാർട്സ് കിട്ടാൻ കട്ട പണിയാടാ. ഈ യമഹ എടുത്തോ, അടാറ് പുള്ളിങ്ങാ. ഉല്ലാസേ, എടുക്കുമ്പോ നല്ല വണ്ടിനെ എടുക്കണടാ. അനക്കാവുമ്പോ ഇൻഫീൽഡ് നല്ലത്. എന്നിട്ട് വേണം തീട്ടക്കെട്ടപ്പെട്ട വണ്ടിനെ പോലെ പെടഞ്ഞ് കളിക്കാൻ. വല്ലപ്പോഴെങ്കിലും നല്ല കാര്യം പറയാൻ വായ പൊളിക്കണ തവളെ. അതെ, നിങ്ങൾ എല്ലാവരും കൂടി ആലോചിച്ച് തല പുണ്ണാക്കണ്ട. ഞാനും എന്റെ അച്ഛനും കൂടി വേണ്ട എന്താ ചെയ്തോളാം. ഓക്കെ, ആയിക്കോട്ടെ ബോസേ. അനക്കത് കിട്ടണടാ.
നീ എന്താ പറഞ്ഞേ? നീ നിന്റെ അച്ഛനുണ്ടാക്കാന്നില്ലേ? ഇപ്പൊ ഉണ്ടാക്കല്ല. എന്നാലും ഇതൊരു വല്ലാത്ത ഉണ്ടാക്കലായി പോയില്ലേ? അതിനിപ്പോ എന്താ ഓനൊരു ഒന്നാം തരം വണ്ടി കിട്ടില്ലേ? ഉല്ലാസേ, എന്റെ വണ്ടി എവിടാ? അപ്പൊ നിങ്ങളത് കണ്ടില്ല? ഇല്ല. ദേ അതാണ് അവന്റെ വണ്ടി. എന്നാലും എന്റെ അച്ഛനെ കുറ്റം പറയാൻ പറ്റില്ലട്ടോ. മൂപ്പര് ചെയ്ത വലിയൊരു ഉപകാരല്ലേ? ഇതാവുമ്പോ പെട്രോൾ അടിക്കണ്ട, നല്ലൊരു വ്യായാമം കിട്ടും. എന്ത് വ്യായാമം? അതിനല്ല ജിമ്മി പോയ പോലെ. ഇതൊരു മാതിരി മറ്റേ അതെ, എല്ലാവരും അങ്ങോട്ട് വല്ലാണ്ട് കോലിട്ട് കളക്കണ്ട. എന്റെ അച്ഛൻ എന്നോട് ചെയ്ത വലിയൊരു ഉപകാരം തന്നെയാ. ആ, അടിപൊളി ഉപകാരാ. ഞാൻ പോവാണ്. കുളിച്ചിട്ട് പോടാ. വീട്ടിൽ വിളിച്ചോളാം. ഒന്ന് പോടാ. കുളിക്കാട്ടാ. അമ്മേ ഞാനിപ്പോ വരെ. എടി നീ അവിടെ നിന്നേ. നീ എങ്ങോട്ടാ? ക്ലബിലെ വാർഷികത്തിന് മീറ്റിംഗ് ഉണ്ട്. ആ, ഇന്ന് നീ മീറ്റിംഗും പരിപാടിയൊന്നും വേണ്ട. നിന്നെ കാണാനൊരു കൂട്ടർ വരുന്നുണ്ട്. എന്നെ ഇപ്പൊ ആരും കാണാൻ വരണ്ട. അതെന്താ? നിങ്ങൾക്ക് അറിയാൻ പാടില്ലാത്ത കാര്യമൊന്നുമല്ലല്ലോ. അറിയാടി, ഞങ്ങക്ക് നന്നായിട്ട് അറിയാം. എന്നാലേ മോളാ പൂതി അങ്ങ് മടക്കി വെച്ചേക്ക്. അതൊരിക്കലും നടക്കാൻ പോകുന്നില്ല. ഉല്ലാസയുടെ എന്നെ ഇഷ്ടമായി കഴിഞ്ഞാ പിന്നെ ഈ ലോകത്ത് ആര് തടസ്സം നിന്നാലും അത് നടക്കും. നിർത്തടി നിന്റെ ഒരു ഉല്ലാചേട്ടൻ. എന്ത് ക്വാളിറ്റി അടി അവനുള്ളത്? വേലയും കൂലിയില്ലാതെ തെണ്ടിത്തിരിഞ്ഞ് നടക്കുന്നതോ അതോ കള്ളും കുടിച്ച് കണ്ടിടം നിറങ്ങുന്നതോ? അച്ഛനെന്ന് മുതൽ ഈ ക്വാളിറ്റി ഒക്കെ ഉണ്ടായത്? ഗൾഫിൽ പോയി കുറച്ച് കാശ് സമ്പാദിക്കുന്ന അല്ല അച്ഛാ ക്വാളിറ്റി. എനിക്ക് ഇഷ്ടമാണെന്ന് അറിഞ്ഞിട്ടും എന്നെ ചീത്തയാക്കാനോ വഴിതെറ്റിക്കാനോ ശ്രമിക്കാത്തതാണ് അച്ഛാ ഒരാളി ഞാൻ കാണുന്ന ഏറ്റവും വലിയ ക്വാളിറ്റി. പക്ഷെ എന്തുകൊണ്ടോ അച്ഛൻ ആ ക്വാളിറ്റി ഇല്ല. അതുണ്ടായിരുന്നെങ്കിൽ ആ ഗൾഫ് പണിയെടുക്കുന്ന ആ കേച്ചേരിക്കാരിക്ക് നമ്മൾ റോഡ് സൈഡിൽ 6 സെന്റ് സ്ഥലം വിറ്റിട്ട് നഷ്ടപരിഹാരം അയച്ചു കൊടുക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. നിന്ന് ചെലക്കുന്നോടി നായിന്റെ മോളെ. അച്ഛനൊരു കാര്യം മനസ്സിലാക്കിക്കോ. എന്റെ ജീവിതത്തിൽ ഒരാണിനെ ഇഷ്ടപ്പെട്ടുള്ളൂ, അത് ഉല്ലാസ. ഇനിയിപ്പോ ഉല്ലാസിനെ എന്നെ ഇഷ്ടമല്ല എന്ന് പറഞ്ഞാലും ഞാൻ ഉല്ലാസിനെ എന്നെ ഇഷ്ടപ്പെടുള്ളൂ. ഉല്ലാസേ അതെ, നിങ്ങൾ അങ്ങനെ വിളിക്കണ്ട. നിങ്ങളായിട്ട് യാതൊരു ബന്ധവും എനിക്കില്ല. ഇനി മേലെ അങ്ങനെ വിളിച്ചാ വെറുതെ നാട്ടുകാരുടെ മുമ്പിൽ നാണം കടത്താൻ. ഉല്ലാസേ, എന്തെത്തുമോ എന്താടോ? എന്നോട് ഞാൻ എത്ര ആവശ്യം പറഞ്ഞതാ ടിക്കറ്റ് എടുത്തോന്ന്. 60,000 ഇപ്പൊ എമ്പടാ വാലിനടിച്ചില്ലേ? എന്ത് മാറ്റം കൊണ്ടാണാവോ? നിന്റെ സൈക്കിൾ സൈക്കിളാ? അതല്ലെങ്കിൽ പഞ്ചറായി കിടക്കാണ്. അതുപോലെ നാളെ എനിക്ക് 10 രൂപ പോകണം. ഒന്ന് പോയിടോ സൈക്കിൾ പോറതെണ്ടി. കാലം പുതിയൊരു ലോകം തേടിപ്പോകുന്നു. ഞാനും ആ വഴി നേരിൻ പാതയിലൂടെ കുളിരുള്ളൊരു സ്വപ്നത്തെ പിടിക്കണ പോക്കാണ്. ഇരവെന്നിൽ മായുന്നു പകലായി കാറ്റിൻ മാറിൽ ചായുന്നു. കാലം പുതിയൊരു ലോകം തേടിപ്പോകുന്നു. ഞാനും ആ വഴി നേരിൻ പാതയിലോടുന്നു. തടയൊന്നുമില്ലാതെ കുളിരുള്ളൊരു സ്വപ്നത്തെ ചിറകേറി പാഞ്ഞു പിടിക്കണ പോക്കാണ്. ഇരവെന്നിൽ മായുന്നു പകലായി കാണുന്നു. പുതുപുലരി കാറ്റിൻ മാറിൽ ചായുന്നു. നിങ്ങൾ വരൂട്ടോ. അതെ, ഞങ്ങള് പോവാം. പാടാ. വരൂ, ഇരിക്കൂ. വളർത്തുന്നായി തന്നെയല്ലേ? അതെ സർ. വേറെ കുഴപ്പങ്ങളൊന്നുമില്ലല്ലോ? ഇല്ല, വേറെ കുഴപ്പമൊന്നുമില്ല. സ്ഥിരമായിട്ട് വാക്സിനേറ്റ് ചെയ്യുന്ന നായായതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. പേടിക്കാനൊന്നുമില്ല. ഈ മരുന്ന് കഴിച്ചാൽ മതി. എന്ത് പറ്റി കൈക്ക്? ഏയ്, അത് കുഴപ്പമൊന്നുമില്ല. ജസ്റ്റ് മാന്തിയതാ. നായ കടിക്കുന്നത് ഒരുപക്ഷെ വെപ്രാളം കൊണ്ടാവാം. അത് മാന്നുണ്ടെങ്കിൽ പേയുള്ളത് കൊണ്ടാ. എന്തായാലും ഇഞ്ചക്ഷൻ എടുക്കേണ്ടി വരും. പിന്നെ നായ്ക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ നോക്കാൻ 2 ആഴ്ച അതിനെ നിരീക്ഷിക്കുകയും വേണം. എന്നാ ഒരു കാര്യം ചെയ്യ്, ഡ്രസ് ചെയ്തിട്ട് TT എടുത്തോളൂ. എടാ ബാബേ, ഒന്ന് പോയ
പോയടാ പടി. കള്ള നമുക്ക് അതിനെ എങ്ങനെ വളച്ച് തെണ്ടി. ഉല്ലാസിന് എന്ത് പറ്റി? ഓനെ നായി അടിച്ച് എവിടുന്ന്? പാത്രടാൻ പോകുമ്പോ. അയ്യോ, എവിടെയാ കഴിച്ചേ? ചന്തിക്ക്. നമുക്കൊന്ന് പോയി കണ്ടാലോ? എന്ത് ചന്തിയ? അല്ല, ഉല്ലാസിനെ. നിങ്ങൾ ക്ലാസ്സിൽ കയറണില്ലേ? വേറെ പണിയില്ല. വാ പോ. ശരിക്കുള്ള പട്ടി അടിച്ചത്. അല്ലെങ്കിൽ നായകൾക്ക് കടിക്കാൻ പോയിട്ടാ മനുഷ്യന്മാർക്ക് ചന്തി ഉണ്ടാക്കി വെച്ചേ. എന്റെ മാമന്റെ പോലും ചന്തിക്കാണ് നായ അടിച്ചേ. ഉല്ലാസേ, ചെറുതൊന്നും നോക്കണോ? ചെറുത് വേണ്ട വേണ്ട, ഒന്നടിച്ചാ മതി. ഇറങ്ങി പോയില്ലടോ. ഉല്ലാസിനെ പറ്റിക്കാൻ നോക്കണ പന്നി. അയ്യോ വിശ്വരം, അയ്യോ അയ്യോ വിശ്വരം, അയ്യോ വിശ്വരം, അയ്യോ. എന്താടാ ഇവിടെ? ഞാൻ എസ് ഐ ആവാൻ തുടക്കത്തിൽ കണ്ട. അല്ല, അച്ഛനെന്തിനാ അമ്മേനെ വിളിച്ചറിഞ്ഞ്? ഒന്നുമില്ല. അവളെ എനിക്കുള്ള അതേ സംശയം ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ ഈറ്റുകളൊക്കെ എങ്ങനെയാടോ? കൊറേ നാളായി ഈ തുടങ്ങിട്ട്. ഈ എന്താ വിചാരിച്ചേ? ഞാനിന്ന് അന്ന് നമ്മൾ പിടിക്കൂല. പെണ്ണിനെ തന്നെ വേണോ എനക്ക്? ദൈവമേ, അങ്ങനെയൊന്നും പിടിക്കപ്പെടല്ലേ. ഈ കാര്യം പറഞ്ഞേ, എന്തിനാ ഞങ്ങളോട് പോസ്റ്റാക്കി? അതൊക്കെ ഉണ്ട് മോനെ. ഒലക്കാണ്, ഞങ്ങക്ക് വേറെ പരിപാടികളുണ്ട്. വെള്ളം അടിക്കാനല്ലേ? കുറച്ചുണ്ട് പോവാം. ഉല്ലാസേ, നീ കാര്യം പറയടാ. എന്താ സംഭവം? ഒന്ന് വെയിറ്റ് ചെയ്യ ചങ്ങായിമാരെ. ഒരു വട്ടാണ് 5 മണി വിവരം തിരക്കായിരിക്കും. വെറുതെ നേരം കളയാൻ പറ്റും. ആളെത്തി. നിങ്ങക്ക് ഇവിടെ മനസ്സിലായ? ഇതാണ് ആര്യ മോഹൻ. ഇവിടെയാണ് ഞാൻ അന്ന് പോയി പെണ്ണ് കണ്ടത്. മനസ്സിലായില്ല? അന്ന് എന്റെ മുണ്ടും ചെരുപ്പും കൊടുത്തോട്ട് ഒരു കല്യാണം മുടക്കിയത് ഓർമ്മയുണ്ടാ? എടാ, അന്ന് നമുക്ക് അതെ ആള് മാറിപ്പോയത്. ഞങ്ങളൊരു തമാശക്ക് ചെയ്തേട്ടാ. ശരി, കുഴപ്പമില്ല. ഞാനാ സെൻസിൽ എടുത്തിട്ടുള്ളൂ. അല്ല, എന്തു പറ്റി? വൈകുന്നേരമായിട്ടും പച്ചക്ക് അടിച്ചില്ലേ? വാങ്ങാൻ പോണം. ഒരു മിനിറ്റ്, നീ സത്യം പറ. അന്ന് ടൗണിൽ ഇവളുടെ കൂടെ നീ ഉണ്ടായിരുന്നേ? അതെ. അതേന്ന്. അപ്പൊ നീ എന്താ പറയണ്ടിരുന്നേ? നീ എന്താ ചോദിക്കാഞ്ഞേ? ബെസ്റ്റ്. അപ്പഴേ ഞാൻ പോവാ. നിങ്ങളൊരു ഫുള്ളൊക്കെ എടുത്ത് വെച്ച് അടിക്കി. പിടിച്ചു നിക്കണ്ടേ ബാബു? എന്റെ പേരെങ്ങനെ അറിയാ? അതൊക്കെ അറിയാം. അപ്പൊ എല്ലാരോടും ഞാൻ പോവാ. ബൈ. നീ പോണ്ടാവോ? നീണ്ട് പോര്. സാറേ, എന്താണ് കൂടെ? സാറേ, നമ്മുടെ പാർവതിനാരുടെ പ്രശ്നം അറിയാലോ. രാഗം പശുവിന് ചാൻസ് കൊടുക്കാന്ന് പറഞ്ഞിട്ട് മാക്സിമം കളിയാക്കി വിട്ടെ. ആര്? ആ സെന്റ് സേവിയേഴ്സിന്റെ മക്കാണന്മാര്. അതിനൊന്നുമില്ല സാറേ, നമുക്കൊരു കോളേജിൽ വെക്കണം. വേണ്ട, അത് നിങ്ങൾക്ക് എല്ലാ ദിവസവും ഡേലടോ. ചളി വാരി അറിയില്ല സാറേ. എന്നാ പറ. നമ്മുടെ കുട്ടികളുടെ പാട്ടും ഡാൻസും കഴിവും എല്ലാരും അറിയണം. അതിനൊരു കോളേജിൽ വെക്കണം. അവരെ കഴിവ് തെളിയിക്കണം സാറേ. നോ 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 നോ, അത്തരം തോന്നിവാസങ്ങളൊന്നും ഇവിടെ അനുവദിക്കാൻ പറ്റൂല. ഞാൻ പറഞ്ഞില്ലേ, പഠനം അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ വിഷയം. പോയാലോ? സാറേ,
ഒന്നും കൂടി തീരുമാനിച്ചിട്ട് പോരാ സാറേ. ഇനി ഒന്നും ആലോചിക്കാനില്ല. സാറേ ബാബു, സാറേ അതൊരു കോളേജാണ്. ഇവിടെ നല്ലൊരു ബാത്റൂം ഉണ്ട്. ഇതിന്റെ ഒക്കെ ഫോട്ടോസ് എന്റെ ഉണ്ട് സാറേ. ഞാൻ പത്രത്ത് കൊടുക്കും. ബാബു, എന്തേ നീ ഇപ്പൊ എന്താ പറഞ്ഞേ? പറയാനൊന്നുമില്ല സാറേ, ഇത് ഞാൻ പത്രത്ത് കൊടുക്കും. ബാബു കൂൾ കൂൾ ബാബു കൂൾ. വേണ്ട സാറേ, വേണ്ട സാറേ, വേണ്ട സാറേ, ഞാൻ പറയട്ടെ, വേണ്ട. ഞാൻ പറയട്ടെ ബാബു. ബാബു ഏടാ ബാബു, ഇത് വല്ല നടക്കോ? ഒന്നെങ്കിൽ നടക്കും, അല്ലേ ഞാൻ പുറത്താവൂടാ. ഏതാടാ പുതിയ ചരക്ക്? പുതിയ ഐറ്റാണല്ലോ മുത്തപ്പ. അയ്യോ ടീച്ചർ, എൻ്റെ അമ്മേ. ഹണി മിസ്സറാ. മിസ്സാ നീ ഇങ്ങട് വന്നോ. ഏത് മിസ്സാ? പോട്ടെ. ഹലോ ഹലോ, എന്തൊക്കെയുണ്ട്? ഗുഡ് മോർണിംഗ്. ഇരിക്കൂ. സ്റ്റുഡൻസ്, നമ്മൾ ഈ ക്ലാസ് തുടങ്ങിയിട്ട് ഏകദേശം 7 മാസം കഴിഞ്ഞു. ഞാനൊരു ഔട്ട് ഓഫ് സിലബസ് ആണ് പറയുന്നത്, എന്നാലും നിങ്ങൾ കേൾക്കണം. ഞാൻ ഇന്നലെ നമ്മുടെ ക്ലാസ്സിലെ കുറച്ച് കൂട്ടുകാരെ കണ്ടിരുന്നു. അവരെന്നെ കണ്ടിട്ട് ഒന്ന് ചിരിക്കുക പോലും ചെയ്തില്ല എന്ന് മാത്രമല്ല, നിന്ന നിൽപ്പിൽ മുങ്ങിക്കളഞ്ഞു. ശരിക്കും എനിക്കത് ഫീൽ ചെയ്തു. ഏതൊരു അധ്യാപകരുടെയും സന്തോഷം എന്ന് പറയുന്നത് അവരുടെ സ്റ്റുഡൻസിനെ കാണുമ്പോൾ അവർ ടീച്ചേഴ്സിൻ്റെ അടുത്ത് ഒന്ന് ചിരിക്കുക, അവരെ ഒന്ന് ബഹുമാനിക്കുക, ഇതൊക്കെ കാണുമ്പോഴാണ്. നിങ്ങൾ അധ്യാപകർ എവിടെയെങ്കിലും കാണുകയാണെങ്കിൽ അറ്റ്ലീസ്റ്റ് അവരോടൊന്ന് ചിരിക്കെങ്കിലും ചെയ്യാം. ഇന്നലെ കണ്ട വിദ്വാന്മാരാരൊക്കെയാണെന്ന് ഞാൻ പറയുന്നില്ല, എന്നാലും അവർക്കത് മനസ്സിലായിട്ടുണ്ടാവും. മിസ്, ബാബുനെ പ്രിൻസിപ്പൾ വിളിക്കുന്നു. ബാബു, പ്രിൻസിപ്പാളിനെ നിന്നോട് പറയാൻ കുറച്ച് ബുദ്ധിമുട്ടാ. അതുകൊണ്ട് എന്നെ ഏൽപ്പിച്ച ഒരു കോളേജ് ആകുമ്പോ ഇത്തരം കലാപരിപാടിയൊക്കെ ആവാലോ. ചെറിയ രീതിയിലൊക്കെ നടത്താൻ മൂപ്പർ സമ്മതിച്ചിട്ടുണ്ട്. പിന്നെ ആ ഫോട്ടോയുടെ കാര്യം മൂപ്പര ചോദിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊന്ന് കിട്ടിയാല് തരാം സാറേ, തരാം. കോളേജിൽ നടക്കട്ടെ. കഴിഞ്ഞടാ ഇല്ലടാ. ഞാൻ പുറത്തുണ്ടോ? അപ്പച്ചൻ വീട്ടിലില്ലേ മോളെ? ഓ ശരി എന്നാ. പള്ളി പൊതുയോഗം പാസ്സാക്കി. നോക്കി കാണാം. പോടാന്നാല് പോവാ. അണി മിസ്, അണി മിസ്. ടീച്ചർ നമ്മളോടൊന്ന് പറഞ്ഞേ, എവിടെ കണ്ടാലും ചിരിക്കണമെന്നല്ലേ? ഒന്ന് ചിരിച്ചു കൊടുത്താ. വാ. ഇന്നലെ ഞാൻ മാനേഴ്സിനെ പറ്റി പറഞ്ഞിരുന്നോ? യെസ് മാം. ടീച്ചേഴ്സിനെ എവിടെ കണ്ടാലും ചിരിക്കണം എന്ന് പറഞ്ഞിരുന്നോ? എന്നിട്ട് ഇന്നലെ എന്നെ കണ്ടപ്പോ നോക്കി ചിരിച്ച ആ വിദ്വാന്മാരൊക്കെ ഒന്ന് എഴുന്നേറ്റെ. എന്റെ പൊന്നു മക്കളെ, നിങ്ങൾ ഇനി എന്നെ കണ്ട ചിരിക്കുകയും വേണ്ട, മിണ്ടുകയും വേണ്ട, കാണാത്ത മട്ടിലങ്ങ് പോയാ മതി. എന്ത് പറ്റി മിസ്? നിങ്ങൾ കാട്ടാളന്മാരെ ചിരി കണ്ടിട്ടുണ്ടോ? ഞാൻ ഇന്നലെ അത് കണ്ടു. മിസ് ആ വന്നല്ലോ, വന്നാട്ടെ. എന്താ പ്രശ്നം? എന്തായിരുന്നു ആ പെർഫോമൻസ്? എല്ലാരും ഒന്ന് കാണട്ടെ. ചന്തേന്നാവാങ്കി ഇവിടുന്ന് ആവാം.
ഉല്ലാസേ ആ അച്ഛന്ന് വരൂല ഈ അന്ന് ആരുടെ സ്ഥിതി ഒന്ന് പോയി നോക്ക്. എന്നെ കൊണ്ടൊന്നും വയ്യ. അനക്ക് വേണമെങ്കി മതി, അവസാനം പ്രാന്തെടുത്ത് നടക്കണ്ട. അല്ലടാ ഇന്നലെ സ്കൂളിൽ കയറാഞ്ഞ്. ഞാൻ അസൈൻമെന്റ് ചെയ്തില്ലേ, എന്നെ കൊണ്ട് ചൊറേ. അതിലൊന്നും കാര്യമില്ലടാ. ശരി എന്നാ. ആ കാണാം. ഉല്ലാസേട്ടാ എങ്ങട്ടാ പോണേ? ഒന്നുമില്ലടാ, ആ കടിച്ച നായനും നോക്കാൻ പോവാ. ആ നോക്കി പോയി കളി, ഇനിയും കടിയിട്ടണ്ട. കരുനാക്കോളി തലട തെണ്ടി കുരുത്തം കെട്ട ഇറക്കാൻ ആഞ്ഞൂലിലും വിഷം. പോത്തുകള്. അമ്മേ ഇതാ അടിച്ച ബ്ലൗസ് ആത്തുകൊണ്ട് വെച്ചേക്ക്. ഗീത എന്തേലും പറഞ്ഞോ? ആ കുറിന്റെ പൈസ വൈകുന്നേരം തരാന്ന് പറഞ്ഞു. ഓ രാവിലെ തന്നെ തുടങ്ങിയോ വാലാത്തമാര്? ഒരുത്ത സൈഡാണല്ലോ. ഒന്നും ഇല്ലാസേ, സൗണ്ടൊക്കെ നല്ല ഉഷാറായിണ്ടല്ലോ. നായ എങ്ങനെയാണ് എന്റെ മൂക്കിൽ ഇത്ര കറക്റ്റ് ആയിട്ട് കടിച്ച്? ഇനി ഈ മുട്ടിലേഞ്ഞാ പോയേ. വേണ്ട വേണ്ട, ഈ ബുദ്ധിമുട്ടണ്ട. പിന്നെ കോളേജിന് സെറ്റ് ആക്കിയിട്ടുണ്ട് ഈ മാസം 16-നാ. അപ്പോഴേക്കും കഴിച്ചിലാവൂടാ. അത് പറഞ്ഞപ്പോൾ ഓർത്ത് നമുക്ക് സോൺസിൽ എടുത്ത് പോണ്ടേ? എടാ കുഞ്ഞാക്ക ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്, പോയാലാ? ഇന്ന് ഞാൻ കലക്കും. നമ്മുടെ ബാബോട്ടനല്ലേ പോണ്. ഇപ്പൊ വേണ്ട, പിന്നെ കുറച്ച് ആർക്കുണ്ട്. അടിക്ക് പോവട്ടെ, ഞങ്ങളല്ലേ കോളേജിലേക്ക് വേണ്ടി പണിയൊക്കെ എടുത്ത്. ഒഴിക്കണം. കനവുകൾ കൂടുവച്ച പ്രായമല്ലേ പാട്, നിലവുകൾ നിറയുന്നൊരു നേരമല്ലേ ആട്. കനവുകൾ കൂടുവച്ച പ്രായമല്ലേ പാട്, നിലവുകൾ നിറയുന്നൊരു നേരമല്ലേ ആട്. മണിമറന്നുല്ലസിക്ക മാൻമിഴിയാം പൊന്നേ, മധുരിത വേള ഇതാ പൊളി പൊളിക്ക് ചങ്കേ. എനിക്കിട താളമിട്ട് കൂട്ടുകൂടി കരളേ. കനവുകൾ കൂടുവച്ച പ്രായമല്ലേ പാട്, നിലവുകൾ നിറയുന്നൊരു നേരമല്ലേ ആട്. കനവുകൾ കൂടുവച്ച പ്രായമല്ലേ പാട്, നിലവുകൾ നിറയുന്നൊരു നേരമല്ലേ ആട്. മണിമറന്നുല്ലസിക്ക മാൻമിഴിയാം പൊന്നേ, മധുരിത വേള ഇതാ പൊളി പൊളിക്ക് ചങ്കേ. എനിക്കിട താളമിട്ട് കൂട്ടുകൂടി കരളേ. താനനന താനനന താന താനനന താനനന താ. വീര വിരാട കുമാര വിഭോ ചരുതര ഗുണ സാദര ഭോ. വീര വിരാട കുമാര വിഭോ ചരുതര ഗുണ സാദര ഭോ. മരലവണ്യ നായി മനോഹരി തരുണ്യ ജയ ജയ ഭൂമി കരുണ്യ. മധുകണമായിതാ നിറമഴയായിതാ മായാജാലമോഹം പൂക്കും അനുരാഗലയ തരംഗം ഇതാ.
വിണ്ണിൽ ഉദിക്കണ് മഴവിൽ തിടമ്പ് മഞ്ഞൾ വിളങ്ങണ്ട് മധുര കരിമ്പ് ജിൽ ജിൽ ചിലമ്പണ് കനക ചിലമ്പ് പൊടി പൊടിക്കണ് കുലകിളകുന്നു നുണരു മച്ചാനേ നുരനുരയിണ തിരയിളകണ് പുതുതിറയാട്ടം എങ്ങും ഘോഷമായി മിന്നും കാന്തിയായി കനവുകൾ കൂടുവച്ച പ്രായമല്ലേ പാട് നിലവുകൾ നിറയുന്നൊരു നേരമല്ലേ ആട് കനവുകൾ കൂടുവച്ച പ്രായമല്ലേ പാട് നിലവുകൾ നിറയുന്നൊരു നേരമല്ലയാട് മതിമറന്നുല്ലസിക്കമാൻ മെഴിയ പൊന്നേ മധുരിത വേളയിത പൊളി പൊളിക്ക് ചങ്ക് തിമികിട താളമിട്ട് കൂട്ടുകൂടി കരളേ സ്വപ്നായിരുന്ന അവരവിടെ പോയി സാധനം തീർന്ന് അത് നീ തോൾന്ന് കയ്യെടു. ഉല്ലാസേ ജി എങ്ങോട്ടാ? ദാമോട്ടൻ്റെ അച്ഛൻ കുറച്ച് ക്യാഷ് കൊടുത്തയച്ചിട്ടുണ്ട്. നാളെ ഫീസ് അടക്കണ്ടേ? ഫീസാ? എന്ത് ഫീസ്? പരീക്ഷ ഫീസറാ. ഒരു കാലത്ത് കൊല്ലിങ്ങാൻ ഈ ഇങ്ങോട്ട് വാടാ. ചെക്കനിതെന്താ പറ്റി? നായ കടിച്ചതിൻ്റെട്ടാണോ? കലവില കൂടി കലികലി കാലം ചുവടു പിഴച്ചേ വീണിതു കാലിടറാതെ ചുവടതുറയ്ക്കാൻ പല വഴി പെരുവഴി പോകാം ഒരു വഴി നേർവഴി കാണ് ഗതിയതു കിട്ടാതലയാതിനിയും കൊതിയൊടു കനകൊടു നിൽക്ക് കുരുത്തം കെട്ടൊരു കുരുക്കൊരുക്കാതെ കെണികൾ ഓരോന്ന് കെണിച്ചുണ്ടാക്കാതെ കുറുമ്പിനപ്പുറം കലിപ്പതില്ലാതെ കുഴിമടി മാറ്റ് ചൊടിയോടു നിന്ന് ചുണയോടു നിന്ന് പണമില്ലാഞ്ഞിട്ട് പിണമതാവതെ അലമ്പിനപ്പമ കലമ്പലില്ലാതെ വിലയതുകാക്ക് വേണ്ട വേണ്ട വല്ലാത്ത പൊല്ലാപ്പ് പോരാ പോരാ നന്നാവനിയൂക്ക് നേരും നെറിയും കാക്കാതെ ഈ നാട്ടിൽ നേരെ ആവാനാവില്ലൻ ചെങ്ങായി ആവില്ലൻ ചെങ്ങായി. നിങ്ങൾ ഇങ്ങനെ കുത്തിരണോ? എത്ര നാളെ വീടിന്റെ പണി തീർക്കാൻ ഏട്ടൻ പറയുന്നത്? എന്റെ ഏട്ടൻ അങ്ങനെയൊക്കെ പറയാ. ഇതിനൊക്കെ എവിടുന്ന പൈസ? ഈ വീടും പറമ്പില്ലേ, അതിന്റെ കാര്യത്തോട് തീരുമാനം ഉണ്ടാക്കി. അല്ലേ നിങ്ങൾക്ക് വേണ്ടേ? ഇങ്ങളൊരു പരീക്ഷക്കല്ലേ എന്ന് പോന്ന്? അതുണ്ടായിട്ടും വലിയ കാര്യമില്ല. എന്താകും എങ്ങനാകും വിധി പോലും വില്ല് പോലെ വളഞ്ഞു ഞെളിഞ്ഞെന്റെ അമ്മോ എന്നെ മാത്രം കാക്കണേ നീ തമ്പുരാനേ എന്നെ മാത്രം കാക്കണേ നീ തമ്പുരാനേ. സ്റ്റോപ്പ് ചെയ്താട്ടെ. മുടി ചീവയല്ല അപ്പടി കുടുക്ക. ഇപ്പുറത്തേക്ക് എനിക്കല്ല ഇതിന്റെ പണി. കണ്ടടി കണ്ട, ഞാനും പാസ്സായി. നോക്കടി. ഓ, ചേരനൊക്കെ വിചാരിക്കും ഞമ്മളൊന്നിനും പറ്റാത്തവരാന്ന്. എന്നിട്ടിപ്പ എന്തായി കണ്ടില്ലേ? ഇങ്ങോട്ട് പിടിക്കടി. മുട്ടോണ്ട് തട്ടണ്ടാ, നേരെ തട്ട്. ഇനി ബോളും കളിച്ച് നടന്ന SLC കൂടി പാസ്സാവണ്ട. അച്ഛൻ ഡിഗ്രി പാസ്സായി. അല്ല, ഞാനും ഡിഗ്രി എടുത്താലോ? ഉല്ലാസേ, നമ്മൾ എത്ര പരീക്ഷ തോറ്റതാടാ വീട്ടുകളാ. ഞങ്ങളൊക്കെ തോക്കുന്ന കാര്യം ഞങ്ങൾക്ക് ആദ്യം അറിയാം. പക്ഷെ നീ ജയിക്കുന്ന ഞങ്ങൾ വിചാരിച്ചെ. ഇനിയിപ്പോ പറഞ്ഞിട്ട് എന്താ കാര്യം? വീട്ടേക്ക് എന്തൊക്കെയായിരുന്നു. എനിക്കതല്ല, നമ്മള് മുത്തപ്പൻ എങ്ങനെ ജയിച്ചേ? എന്തോ ഉടായ്പുണ്ട്. സംഭവം കോപ്പിടിച്ചിട്ടാണ്. അത് പിടിക്കാണ്ടിരിക്കാൻ കൈക്കൂലിയും കൊടുത്തിട്ടുണ്ടാവും. ഉല്ലാസ്, ഒന്നിങ്ങോട്ട് വരുമോ? ഓ, ഈ ഓളെ അറിയിച്ച ഇവനത് എന്തിന്റെ സൂക്കടേന്?
ഉല്ലാസ്, ഞാൻ വളരെ സീരിയസ് ആയിട്ടാണ് കാര്യങ്ങളെ നോക്കിക്കാണുന്നത്. അതുകൊണ്ട് തന്നെ എന്റെ തീരുമാനങ്ങളും അങ്ങനെയായിരിക്കും. അച്ഛൻ ഉല്ലാസിനെ പറ്റി പറഞ്ഞതൊന്നും ഞാൻ കാര്യാക്കാതിരുന്നത് ഉല്ലാസിന് നല്ലൊരു അംബീഷൻ ഉണ്ടെന്ന് അറിഞ്ഞതുകൊണ്ടാ. അത് വെറും സ്വപ്നമായിരുന്നല്ലേ? എനിക്കാ തെറ്റിയത്. ഉല്ലാസിനെ പോലുള്ളവർക്ക് ഒന്നിനും കഴിയില്ല. ഇനി ഉല്ലാസിനെ കാണാൻ ഞാൻ വരില്ല. ഉല്ലാസ് എന്നെ കാണാനും ശ്രമിക്കരുത്. അങ്ങോട്ട് മാറിയേക്ക്. വിട്ടേക്കടാ, നീ ഇതൊന്നും കാര്യാക്കണ്ട. എല്ലാ പരീക്ഷയ്ക്ക് തോറ്റുപോകണം. ഉല്ലാസേ, ഡാ ഏട്ടാ, ഇത്ര നേരം എവിടെയായിരുന്നു? എത്ര നേരമായി ഫോൺ വിളിക്കുന്നു? ചെറിയച്ഛൻ ആക്സിഡന്റ് ആയിരുന്നു, സീരിയസ് ആണെന്ന്. ഏട്ടനെ കാണണം പറഞ്ഞിട്ടുണ്ട്. നീ ഒന്ന് പോയിടുന്നു, ഞാൻ അയാളെ കാണാൻ നിൽക്കല്ലേ. എടാ ബാബു, ഇതാണ് നമ്മളെ കാറ്. ഇത് ഒന്ന് ഫുള്ളായിട്ട് അലങ്കരിക്കണം. മുത്തപ്പ എന്താ ഓർഡർ? ഇതൊക്കെ മതിയടാ, വൈകിട്ടൊന്ന് കാണണം. അതൊക്കെ ശരിയാക്കാം. ഇപ്പൊ വണ്ടി എടുക്ക്. ഓക്കെ മുത്തപ്പ, കേറ്. ഇതെന്താ സാധനം? വിളിക്കും ഞാൻ. പ്രിയമുള്ളവരെ, 3ാം വർഷ ബിരുദദാന പരീക്ഷയിൽ ബോധോദയം ട്യൂട്ടോറിയൽ കോളേജിന്റെ അഭിമാനതാരം ശ്രീ ശിവവേട്ടന്റെ വിജയാഘോഷ ജാഥയാണ് ഈ വാഹനത്തോടൊപ്പം കടന്നു വരുന്നത്. ആശീർവദിക്കുക, അനുഗ്രഹിക്കുക, അനുമോദത്തിന്റെ പൂച്ചെണ്ടുകൾ അർപ്പിക്കുക. പ്രായം പഠനത്തിന് ഒരു തടസ്സമല്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് നമ്മുടെ നാടിന്റെ അഭിമാന ധ്വജനം ശ്രീ ശിവവേട്ടന്റെ വിജയാഘോഷ ജാഥയാണ് ഈ വൈത്താരയിലൂടെ കടന്നു വരുന്നത്. ആശീർവദിക്കുക, അനുമോദിക്കുക, അനുമോദനത്തിന്റെ പൂച്ചെണ്ടുകൾ അർപ്പിക്കുക. പ്രിയമുള്ളവരെ, 3ാം വർഷ ബിരുദദാന പരീക്ഷയിൽ ബോധോദയം ട്യൂട്ടോറിയൽ കോളേജിന്റെ അഭിമാനതാരം. നിർത്തറ, ഉല്ലാസിനെ കാണാനില്ല. ഉല്ലാസിനെ കാണാനില്ല. എവിടെ പോയി കിടക്കണ്ടോ? പറഞ്ഞില്ല. ഉല്ലാസേ, ഉല്ലാസേ, എവിടെയാ പോയി ഇവിടെ ഒന്നും കാണുന്നില്ലടാ. അവൻ എങ്ങോട്ടാ പോയിണ്ടാവും? അവൻ വല്ല കടുങ്ങയും ചെയ്യുന്നാ തോന്നുന്നു. അങ്ങനെ പറയല്ലേ തപ്പ. ஆதி தமிழ் நாயகரே, மன்னாழும் மன்னவரே, அழிமுத்து நாயகரே, முருகா நினைவு வென்றுகிறோ. முருகனுக்கு ஹரோஹரா, ஹர 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 ஹரோஹரா, முருகனுக்கு ஹரோஹரா. உன்னை போல யாரும் இல்லை, என்னிடமும் யாரும் இல்லை. உன்னை
உன்னை நம்பி நான் இருக்கு பழனி மலை வாழ்பவரே. ஹர 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 ஹரோ ஹர. കുട്ടി ஹர 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 ஹரோ ஹர. എവിടുന്നാ? ഭഗവാനെ തൊഴാൻ വന്നതല്ല. കണ്ടാൽ അറിയാം കുട്ടി, നിന്നെപ്പോലെ ഒരിക്കല് നാടും വീടും സർവവും ഇട്ടെറിഞ്ഞു വന്നവനാ ഞാനും. എന്നെങ്കിലും ആരെങ്കിലുമൊക്കെ എന്നെ തിരഞ്ഞു വരുമെന്ന് വെറുതെ പ്രതീക്ഷിച്ചു. ആരും വന്നില്ല. കുട്ടിയെ ഞാൻ കുറച്ചു ദിവസമായി ശ്രദ്ധിക്കുന്നു. മനസ്സാകെ പതറിയിരിക്കുകയാണല്ലേ. പിൻഗാമിയെ തിരിച്ചറിയാൻ അധിക സമയം വേണ്ട. നിങ്ങൾ ആരാ? പണം പണത്തിനു മുകളിൽ വളർന്നു തുടങ്ങിയപ്പോൾ തന്നെ തന്നെ മറന്നു തുടങ്ങിയ ഒരു സാധാരണക്കാരൻ. ബിസിനസ്സും മീറ്റിങ്ങും യാത്രകളുമായി ജീവിച്ച എന്നെ എൻ്റെ ഭാര്യയ്ക്ക് പോലും മനസ്സിലായില്ല. താൽക്കാലിക സുഖത്തിനായി അവർ മറ്റു പല വഴികളും കണ്ടെത്തി. ജീവിതത്തിൽ അവർക്ക് വേണ്ടതൊന്നും കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ അവരതിനു ശ്രമിക്കുമ്പോൾ അവരെ കുറ്റപ്പെടുത്താൻ കഴിയില്ലല്ലോ. പിന്നെ എല്ലാം ഉപേക്ഷിച്ച് ദാ ഇവിടെ എത്തി. അതുകൊണ്ട് ഇനിയും ഇവിടെ ചുറ്റിത്തിരിയാതെ വേഗം നാട് പിടിക്കാൻ നോക്ക്. തിരിച്ചു പോകാൻ കയ്യിലെന്തെങ്കിലും ഉണ്ടോ? എടാ ഉല്ലാസേ, നീ എവിടെയായിരുന്നാ? എടയ്ക്ക് നിന്നെ തെരഞ്ഞെടുക്കുക. ചെറിയ പോയിട്ടാ. എടാ ഫിറോസേ, ഉല്ലാസ് ഇത്ര അവിടുന്ന് കാണാ. പോവാ മുത്തപ്പാ, പിടിച്ചിരുന്നോ? ആ കനക കേറിയിരിക്കി. ഇരിക്കുന്നില്ല വിശാലർത്തിയെ, കാര്യങ്ങളൊക്കെ അറിഞ്ഞു കാണുമല്ലോ. അവിടേക്കൊന്നും ആരും കണ്ടില്ല. പിന്നെ ഉല്ലാസല്ലേ കർമ്മങ്ങളൊക്കെ ചെയ്യാവുള്ളൂ. എന്തായാലും ഉൽപ്ലാഷൻ നായരൊന്ന് വിളിക്ക്. അതെ, കനകം വന്നിട്ട് നിങ്ങളിന്ന് കാണണമെന്ന്. മോനെ, ഈ എവിടെയായിരുന്നു? അന്നെ വിളിക്കാൻ കനകം വന്നിക്കുന്നു. ഈ പോണോ എൻ്റെ കൂടെ? എൻ്റെ അച്ഛനും ചെറിയച്ഛനും തമ്മിൽ പല പ്രശ്നങ്ങളും ഉണ്ടാവും. ഓരൊക്കെ പഴയ ആൾക്കാരല്ലേ, അതുകൊണ്ട് അനക്കൊരു കുരുത്തക്കേട് ഉണ്ടാവണ്ട. എന്താ വേണ്ടതെന്ന് നോക്കി ചെയ്യേ. മരിച്ചവരോടല്ല പകരം വീട്ട. ഞാൻ ആദ്യം പറഞ്ഞല്ലേ ഇവിടെ ആരും വരില്ലെന്ന്. എനിക്ക് അങ്ങനെ ഒരു അനിയനില്ല. ഉൽപ്ലാഷനാരെ, ബന്ധങ്ങൾ വാക്കുകൾ കൊണ്ട് മുറിക്കാൻ പറ്റുന്നതല്ല. ഈ പോ. അവൻ അങ്ങനത്തെ വാലി 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 വാലി. ഉല്ലാസേ, ഒന്നവിടക്ക്. ഈ അന്നൊന്നും പറയാതെ പോയില്ലേ. ശേഷം മുറിച്ചവർ 16 കഴിഞ്ഞ് പുറത്തു പോകാൻ പാടുള്ളൂ. അനക്കതിലൊന്നും വിശ്വാസമില്ലാന്ന് എനിക്കറിയാം. പിന്നെ പോയി എന്ന് വിചാരിച്ചിട്ട് മരിച്ചവരാരും തിരിച്ചു വരാനും പോകുന്നില്ല. അതൊന്നും എനിക്കറിയാൻ പാടില്ല. അന്ന് അമ്മ അങ്ങനെ പറഞ്ഞു, ഞാൻ വന്നു, അതവിടെ കഴിഞ്ഞു. പിന്നെ മൂപ്പര് മരിച്ചിട്ട് 16 കഴിഞ്ഞ് ആ പീടി പൂട്ടിയിട്ടിരിക്കുക. അനക്കറിയോ, ആ പീടിയും വീടും എല്ലാം എൻ്റെ പെങ്ങളെയും പേരിലാണ് മൂപ്പര് എഴുതി വെച്ചിരുന്നു. നിങ്ങൾക്ക് അയാളെ വേണ്ടെങ്കിലും അയാൾക്ക് നിങ്ങളെ വേണമായിരുന്നു. ഇനിയെങ്കിലും ഉത്തരവാദിത്തോടെ ജീവിക്കാൻ നോക്കും. ആ പ്രമാണൊക്കെ എൻ്റെ കയ്യിലുണ്ട്, വേണേ വന്ന് വാങ്ങിക്കും. നന്നായാ മതിയായിരുന്നു. നീ കിടക്കുന്നില്ലേ? ഞാൻ കിടന്നോളാം. ഉല്ലാസേ, നീ ഇപ്പം എന്താ ആലോചിക്കുന്നത് എനിക്കറിയാം. എന്ന് കരുതി ഞാൻ നിന്നെ ഉപദേശിക്കാൻ വന്നൊന്നുമല്ല. നിനക്കൊന്നത് പിടിക്കില്ലല്ലോ. ചെറിയച്ഛനാ സ്വത്ത് മുഴുവൻ നിന്റെ ഉഷയുടെയും പേരിൽ എഴുതി വെച്ചത് നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടോ എന്നോടുള്ള പഴയ ഇഷ്ടം വെച്ചോ?
ആക്സിഡന്റ് ആവുന്നതിന്റെ തലേന്ന് മൂപ്പര് എന്നെ വന്ന് കണ്ടിരുന്നു. ഞാൻ പറയുന്നതിലൊന്നും തോന്നരുത്. മോന്റെ അച്ഛൻ്റെയും പോക്ക് ഏതാണ്ട് ഒരേപോലെയാ. ഇപ്പോ സസ്പെൻഷൻ ആണെങ്കിൽ നാളെ ഡിസ്മിസലാ. അതിനൊന്നും വലിയ താമസം വേണ്ട. കയ്യിലിരിപ്പിനുള്ളത് കിട്ടാണ്ട പോയ ചരിത്രമല്ല. പോലീസ് പണി പോയാ പിന്നെ നിങ്ങളെ കുടുംബം എങ്ങനെയാ കഴിയുക? അതുകൊണ്ട് ഉല്ലാസിനോടൊരു കാര്യം പറയാ. ഈ കുട്ടിക്കളിയൊക്കെ നിർത്തിയിട്ട് നിന്റെ കടയിൽ വന്ന് നിൽക്കാൻ. പണിക്കാരനായിട്ടല്ല, മുതലാളിയായിട്ട്. അത് പറയാൻ വേണ്ടി ഞാൻ കാണുമ്പോ ഓനെ വിളിക്കും. ഓൻ ഇതുവരെ വന്നിട്ടില്ല. നമ്മുടെ കുട്ടിക്കാലത്തുണ്ടായ തമാശയൊക്കെ പിള്ളേർക്ക് ഇപ്പോഴും വലിയ സംഭവങ്ങളല്ലേ. ശരി. പിന്നെ എനിക്ക് ഈ ലോകത്ത് കൂടപ്പിറപ്പെന്ന് പറയാൻ വേറെ ആരുമില്ല. നിങ്ങളൊക്കെ തന്നെയുള്ളൂ. ഈ പിശുക്കി ഞാൻ കൂട്ടി വെക്കുന്നതൊന്നും പോകുമ്പോ കൊണ്ടുപോയില്ല. ഇനി നിനക്കെന്താ പറയാനുള്ളത്? അമ്മേ, ഞാൻ ചിലരങ്ങനെയുണ്ട്. ജീവിച്ചിരിക്കുമ്പോൾ ഒരു പിടിയും തരില്ല. മരിച്ചു കഴിഞ്ഞാവും നമ്മൾ അവരെ മനസ്സിലാക്കുക. പക്ഷെ ഒരു നന്ദി പോലും നമുക്ക് അവരോട് പറയാൻ കഴിയില്ല. ആ കട അങ്ങനെ പൂട്ടിയിട്ട് നശിക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. നിനക്ക് പറ്റില്ലെങ്കിൽ ഞാൻ പോയി തുറന്നോളാം. ഓ ഇതായിരിക്കുന്നുണ്ട് കൊറേ ഒരു ജോലിക്കും പോവാണ്ട്. നല്ല പ്രടി. ഇനിയെങ്കിലും ഈ കൂട്ടുകെട്ടൊന്ന് അവസാനിപ്പിച്ചൂടെ? വൈകിട്ടുണ്ട് വരില്ല നീ? അതെന്താണ്ടോ ഉല്ലാസില്ലാത്തൊരു പരിപാടിയോ? അതന്നെ. അതെ, ഇനി ഏട്ടൻ നിങ്ങളുടെ കളിക്കൊന്നും കിട്ടൂല. വായട്ട പോവാം. നിക്ക് ഡാ, ഇത്രയും കാലം നമ്മൾ കളിച്ചും ചിരിച്ചും ഒരു ഉത്തരവാദിത്വം ഇല്ലാതെ നടന്നു. ഇനി ഒരൽപ്പം സീരിയസ് ആവാം. ചീത്തയാവാൻ ഒരുപാട് വഴികളുണ്ട്. നന്നാവാൻ ഒരൊറ്റ വഴിയേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ നന്നാവാൻ തീരുമാനിച്ചു. വാടി. വാ. എടാ ഉല്ലാസേ, എന്നാ പിന്നെ ഞങ്ങളുണ്ടാ. രക്ഷിക്കണേ. നല്ല എന്തെങ്കിലും നേരത്തെ ഒന്നുടാ. ശീലായി പോയടാ. എടാ, ഇന്നല്ലേ ദിവ്യയുടെ കല്യാണം, പോണില്ലേ? ഞാനെന്തിനോണ്? അല്ല, നിന്നെ കെട്ടുന്ന് പറഞ്ഞ ഒറ്റക്കാലം നിന്ന പെണ്ണല്ലേ? നീ അരി സാധനങ്ങളൊക്കെ എടുത്ത് പുറത്തേക്ക് വെച്ചേ. എന്നെ കൊണ്ടെടുപ്പിക്കുള്ളൂ. തെണ്ടി. എക്സ്ക്യൂസ് മീ, ഇവിടെ എന്താ വേണ്ട പറഞ്ഞോളൂ. ഈ ഉല്ലാസ് എന്ന് പറയുന്ന ആള്? ആ പറയുന്ന ആള് ഇതാണ്. എന്തായിരുന്നു? ഹലോ, എന്റെ പേര് സാന്ദ്ര. ഞാനിവിടെ ഉണ്ണികുളം പഞ്ചായത്തില് LD ക്ലർക്കായിട്ട് 2 ദിവസം മുമ്പ് ജോയിൻ ചെയ്തു. ഇവിടെ ഒരു വീട് വാടക കിട്ടാനുണ്ടാവോ? അല്ല, അവിടെ അന്വേഷിച്ചപ്പോ നിങ്ങളെ വന്ന് കണ്ടാ മതി എന്ന് പറഞ്ഞു. ഫാമിലി ആണോ? അല്ല, ഞാനും അമ്മയും മാത്രമേ ഉള്ളൂ. മാരീഡ് അല്ല? അല്ല. അത് നന്നായി. നമുക്ക് ശരിയാക്കാം. ഇതാണ് എന്റെ നമ്പർ, വിളിച്ചാ മതി. ഓക്കെ. ശരി. ഉല്ലാസിന് എന്നെ മനസ്സിലായില്ലല്ലേ? ഇല്ല. കുഴപ്പമില്ല, ശരി. ഏതാ പെണ്ണ്? എനിക്കറിഞ്ഞൂടാ. സത്യം പറഞ്ഞ നിനക്കല്ലത്. സത്യം എനിക്ക് അറിഞ്ഞൂടാന്ന്. എന്നിട്ടാണ് നിന്നെ ഉല്ലാസം വിളിച്ചിട്ട് പോയത്? അതും എനിക്കറിഞ്ഞൂടാ. നിനക്ക് എന്തിനാ അറിയൂടാ? അറിയാം. ഈ പോയ പെണ്ണെ ഞാൻ കെട്ടും. ആരൊക്കെ എതിർത്താലും എന്തൊക്കെ സംഭവിച്ചാലും ഉല്ലാസം ഈ പെണ്ണെ കെട്ടിയിരിക്കും ബാബു. എന്റെ പൊന്നു.